എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം, അവരുടെ അടുത്ത നീക്കം ഇതാണ് എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ചെമ്പോത്ത് അഥവാ ഉപ്പൻ എന്ന ഫയലിലേക്ക് പോകാം. ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് നാം നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണുള്ളത്, എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത നീക്കം. നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ കണ്ടിരിക്കുന്ന ഫയൽ ഉപ്പൻ എന്ന ഫയലാണ് ചെമ്പോത്ത്. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള നന്മകൾ ആവോളം കുമിഞ്ഞുകൂടിയ വ്യക്തിത്വമാണ് ആ വ്യക്തിയുടേത്. നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വിശ്വാസവും, ഒന്നും ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള മനസ്സുമുള്ള ഒരു വ്യക്തിയാണ്. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര വലിയ പ്രശ്നങ്ങളിലും നിങ്ങളോടുള്ള സ്നേഹത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും നിങ്ങളെ ഇല്ലാതാക്കാനോ നിങ്ങളെ തള്ളിക്കളയാനോ ഒന്നും ആ വ്യക്തി തയ്യാറല്ല. മനസ്സുരുകി നിങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നിങ്ങളെ കരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളല്ലാതെ മറ്റൊരു കാര്യവും ആ വ്യക്തി പറയില്ല. ജീവിതത്തിൽ എത്രയെത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, ജീവിതത്തിൽ എത്രയെത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരിക്കൽ പോലും ജീവിതത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടൊരു നീക്കമില്ല. എന്നെന്നും ഹൃദയത്തിൽ നിങ്ങൾ ഒളിച്ചിരിക്കുന്നു, എന്നെന്നും ഹൃദയത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ അല്ലാതെ ഒരു ചിന്തയും ആ വ്യക്തിക്കില്ല. എന്നും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ്, നിങ്ങൾക്കൊപ്പം നിന്ന് ജീവിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. എന്തെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു പോയപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളോട് വിലപേശുന്ന നിലപാടില്ല, നിങ്ങളോട് എന്തെങ്കിലും അധികമായി ചോദിക്കുന്ന നിലപാടില്ല. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അടുത്തതായിട്ട് ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അവജ്ഞയോടെ കണ്ടൊരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒട്ടും മതിപ്പുണ്ടായിരുന്നില്ല. ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, ആ വ്യക്തിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, എല്ലാത്തിനോടും നിങ്ങൾക്ക് അവജ്ഞയുണ്ടായിരുന്നു മനസ്സിൽ. നിങ്ങളെപ്പോഴും ആ വ്യക്തിയേക്കാൾ നല്ലത് തനിക്ക് കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ആ വ്യക്തിക്ക് പറ്റിയൊരു പറ്റെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും മധുരകരമായി നിങ്ങളോടുള്ള സമീപനം ആ വ്യക്തി സ്വീകരിച്ചില്ല. അത് ആ വ്യക്തിയുടെ ശൈലി ആയതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവജ്ഞ ഉണ്ടായിരുന്നു. എങ്ങനെ ആ വ്യക്തിയെ കൊണ്ടു നടക്കണം, എങ്ങനെ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ആ വ്യക്തിയുമായിട്ട് ഒത്തുപോകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നു. എനിക്ക് സാധിക്കുമോ? മറ്റുള്ളവരുടെ ജീവിതമായിട്ട് നിങ്ങൾ തട്ടിച്ചു നോക്കിയപ്പോൾ നിങ്ങളുടെ ജീവിതം ചെറുതാണ്, നിങ്ങളുടെ ജീവിതം ശോഭ ഇല്ലാത്തതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റേതായ അറപ്പും വെറുപ്പും മനസ്സിലെങ്കിലും നിങ്ങളും കരുതിയിട്ടുണ്ട്. ആ വ്യക്തിയെ അവഗണിക്കുന്ന രീതി നിങ്ങളുടെ ഭാഗത്ത് മനസ്സിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മൂല്യങ്ങളിലേക്കൊന്നും നോക്കാതെ വൃഥാ ചില തീരുമാനങ്ങളെടുത്ത്
പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരവകാശവാദവും ഉന്നയിക്കാതെ കഷ്ടപ്പാടും ദുരിതവും നിരവധി ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നിട്ടില്ല, നിങ്ങളെ ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി യാതൊരു സൽപ്പേരും മേടിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണവും മേടിക്കാതെ കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അവസാനം നിങ്ങൾക്ക് മനസ്സിലായി, ശോഭ കുറവാണെങ്കിലും മധുരകരമായ സംസാരങ്ങളില്ലെങ്കിലും ആ വ്യക്തി ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുകയാണ് പതുക്കെ പതുക്കെ. ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങളിപ്പോൾ വ്യക്തമാക്കുന്നു, മനസ്സിലാക്കുന്നു ആ വ്യക്തി ഒരു നല്ല വ്യക്തിയാണെന്നുള്ളത്. ഒരുപാട് തെറ്റിദ്ധാരണയ്ക്ക് ശേഷം ആ വ്യക്തിയിലെ നന്മ നിങ്ങളറിയുന്നു, നിങ്ങളുടെ നന്മ ആ വ്യക്തി അറിയുന്നു. ആ വ്യക്തിയുടെ നീക്കം എന്ന് പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു നീക്കവും ആ വ്യക്തി നടത്തുന്നുമില്ല. നിങ്ങളുടെ നന്മയാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ഒന്നും അവകാശപ്പെടാതെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് ആ വ്യക്തിയുടെ നീക്കവും, അത് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സും. നിങ്ങൾ അത് തന്നെയാണ് അറിയേണ്ടതും, മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.